ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 158 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 1 മുതൽ 4 വരെ, 2 കൊരിന്ത്യർ 9-ാം അധ്യായം. അപ്പൊ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സദൃശ്യവാക്യത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവയവം ഏത്? ഉത്തരം ശിരസ്. സദൃശ്യവാക്യങ്ങൾ 1:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം എന്നർത്ഥം വരുന്ന ഒരു പദം ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീനാമമാണ് എങ്കിൽ പദം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഓമന എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 4:3 നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ പങ്ക് എന്നതിന്റെ മറ്റൊരു വാക്ക് ഏത്? ഉത്തരം സമാംശം. സദൃശ്യവാക്യങ്ങൾ 1:14 ഈ ഉത്തരം ഉള്ളത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാഴ് സസ്യം, വീടുകൾ എന്നീ വാക്കുകളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റ പദം ഏത്? ഉത്തരം കളപ്പുരകൾ. സദൃശ്യവാക്യങ്ങൾ 3:10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പുതിയ നിയമ പാഠഭാഗത്ത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പോയ സംവത്സരം എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ഉത്തരം കിഴാണ്ട് എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 9:2 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരിയുത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരിയുത്തരം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 5 മുതൽ 8 വരെ, 2 കൊരിന്ത്യർ 10-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.